ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ ഇന്ന് അലക്കാൻ കുറച്ചുണ്ട് കേട്ടോ. നാളെ നമ്മുടെ കുഞ്ഞു പെണ്ണിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവളുടെ പിറന്നാളാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരമാണ് പിറന്നാൾ കേട്ടോ. അപ്പോൾ ശനിയാഴ്ച ജോലി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് കാരണം അലക്കലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇന്ന് തന്നെ എല്ലാതും അലക്കാനുള്ളതൊക്കെ അലക്കിയിടാമെന്ന് വിചാരിച്ചു. നമ്മൾ എങ്ങനെയും പോണേറ്റ് മുന്നേ ഒരു വിധം പണികളൊക്കെ ജോലികളൊക്കെ കഴിയുന്നു. പിന്നെ എൻ്റെ പെൻഡിങ് വർക്ക് എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. അപ്പോൾ അതും ഞാൻ അങ്ങനെ മുന്നേ തന്നെ തീർത്തു കേട്ടോ. അങ്ങനെ വേഗം അലക്കാടിന് ചായ വയ്ക്കാൻ ചേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ചോറ് പിന്നെ ഇന്നും വെച്ച് വയ്ക്കുമല്ലോ തലേദിവസം. അത് കാരണം കൊണ്ട് ആ ഒരു ടെൻഷനില്ല. ഇന്ന് പക്ഷേ ഇത്തിരി നേരത്തെ എഴുന്നേറ്റു കേട്ടോ. 5:15 ആയപ്പോഴേക്കും കണ്ണ് തുറന്നു. പിന്നെ പതുക്കെ പിടിച്ച് ഞാൻ 5:45 ആയപ്പോഴേക്കൊക്കെ അടുക്കളയിൽ 5:30 ആയപ്പോഴേക്കും അടുക്കളയിലേക്ക് ചെന്നു എന്ന് തോന്നുന്നുണ്ട്. അത് കാരണം കുറേ സമയമുള്ള പോലെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച ചോറൊക്കെ എടുത്ത് പുറത്ത് വെച്ച് നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് കൊടുക്കാനുള്ള ചോറ് തന്നെയുള്ള വലിയാണ്ട് ചോറൊന്നുമില്ല. പിന്നെ ഇരുമ്പമ്പുളിയും ചെമ്മീനാണ് കേട്ടോ ഇന്നത്തെ കറി. സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇരുമ്പുള്ളി ഇട്ടൊക്കെ വെച്ച കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇരുമ്പുള്ളി കുറച്ച് വെള്ളത്തിലേക്ക് എടുത്തിട്ട് അതിൽ പൂവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടിട്ട് പിന്നെ അത് അങ്ങോട്ട് ഞെട്ട് കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ പതുക്കെ ചായക്ക് എടുത്ത് അതൊക്കെ വെച്ച് പതുക്കെ ഇന്ന് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് പതുക്കെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് അരിഞ്ഞവിടെ വെച്ചു. പിന്നെ അതിന് വേണ്ട അരപ്പ് നാളികേരവും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലും കൂടി അരച്ചെടുക്കുക കേട്ടോ. ഇതിന് തേങ്ങാപ്പാലല്ല, നാളികേരം അരച്ചിട്ട് തന്നെയാണ് കൂടുതലും വെക്കാറ്. പിന്നെ കുറച്ച് ചെമ്മീൻ കഴുകി ഫ്രൈ ആക്കിയെടുത്തു. പിന്നെ അതേ ഒരു ചട്ടി എടുത്ത് അതിലേക്ക് നമ്മുടെ കഷ്ണങ്ങൾ കേട്ടോ, ഇരുമ്പമ്പുളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര അതിലുണ്ട് കേട്ടോ. കറിവേപ്പില ഇല്ല, ഇഞ്ചി ചതച്ചതും പച്ചമുളകും പുളി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി രണ്ടാമത് കഴുകി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കണവർ ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേവിക്കാം. എന്നിട്ട് വേണമെങ്കിൽ നാളികേരം അരച്ചതും മല്ലിപ്പൊടിയും കൂടി ചേർത്താലും മതി. പക്ഷെ ഞാനിങ്ങനെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ നമ്മുടെ ചെമ്മീനൊന്ന് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ഇടിക്കണ കല്ലില്ലേ അത് വെച്ചിട്ടൊന്ന് തിരക്കിയിട്ട് അതിലേക്കിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ അരപ്പും കൂടി ഒഴിച്ച് കൊടുത്തു. പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കുക. ഓവർ ലൂസ് വേണ്ട. എന്നിട്ട് മൂടി വെച്ച് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ കായക്കൊല വെട്ടാൻ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഒരെണ്ണം പഴുത്തു. അപ്പോൾ ചേട്ടൻ ഭയങ്കര മടിയനായിട്ട് നടക്കുക. അപ്പോൾ ഇന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ തുടങ്ങി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് പോകുമ്പോഴേക്കും ഒന്ന് വെട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ പിറ്റേ ദിവസത്തേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ പോവല്ലേ. അപ്പോൾ രാവിലെ എന്തായാലും ചോറൊന്നും വെക്കേണ്ട, ഇഡ്ഡലി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇഡ്ഡലിക്ക് ഉള്ള അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിടാണ് കേട്ടോ. വെള്ളയപ്പത്തിൻ്റെ മാവ് അവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ പുളി കൂടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അതിൽ കുറച്ചും കൂടി പൊടിയൊക്കെ ചേർത്ത് രണ്ടാമതൊരു മാവാക്കി എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. ആ ഒരു പരുവായിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം വെള്ളയപ്പൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല. പിന്നെ വെള്ളയപ്പത്തിൻ്റെ ഒരു കറി ഉണ്ടാക്കണ്ടേ. അപ്പോൾ പിന്നെ മടി വെച്ചിട്ട് അത് എടുത്തില്ല. പിള്ളേർക്ക് പിന്നെ രാവിലെ ഇപ്പോൾ വലിയ നോട്ടമൊന്നും കാണാനില്ല. ആദ്യത്തിന് എക്സാമൊക്കെ ആയ കാരണം ഫുഡിനോട് വലിയൊരു ഇൻട്രസ്റ്റും ഒന്നും കാണാനില്ല കേട്ടോ. ശ്രീകുട്ടൻ എന്താണാവും ഇപ്പോൾ ഇത്തിരി ചോറിനോടാണ് പിടിച്ചേക്കണം. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് വലിയ ഇൻട്രസ്റ്റിൽ ഞാൻ എടുത്തില്ല. അപ്പോൾ ഇഡ്ഡലിയും ദോശയൊക്കെ കുറച്ച് ദിവസമായാലും ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എന്തായാലും ഉഴുന്ന് വീട്ടാണ്ടാണ് സപ്ലൈക്കോയിൽ പോക്ക് നിർത്തിയോടുകൂടി ഉഴുന്നിന് ക്ഷാമമായിട്ട്. അല്ലെങ്കിൽ ഉഴുന്ന് ഇഷ്ടം പോലെ ബാക്കി വരാറ് പതിവ്. എനിക്ക് ഉഴുന്ന് കിട്ടിയായിരിക്കും സപ്ലൈക്കോയിൽ ബാക്കി ഉഴുന്നും പഞ്ചസാരയും എന്താ പറയുക വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടണമല്ലോ. പിന്നെ കുറേ ടൈമും അവിടെ വേസ്റ്റ് ആവുക. ഞാൻ വരുമ്പോഴേക്കും 8 മണിയൊക്കെ ആവുക കേട്ടോ അതിലിറങ്ങണ ദിവസം. അപ്പോൾ അത് കാരണം കൊണ്ട് അത് വേണ്ടാന്ന് വെച്ച് ഞാനിപ്പോൾ വാങ്ങിക്കാൻ പോകാറില്ല കേട്ടോ. അല്ലെങ്കിൽ സ്ഥിരം ഞാൻ മാസത്തിലൊരു തവണ എല്ലാ സാധനങ്ങളും 1 കിലോ വെച്ച് വാങ്ങിക്കും. അപ്പോൾ നല്ല എന്താ പറയുക, ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ലേ നമ്മുടെ വീട്ടിൽ. എപ്പോഴും നിറവ് സാധനങ്ങൾ. പിന്നെ കുറച്ച് പച്ചക്കറി ഇറച്ചി മീനൊക്കെ തിരിച്ചല്ലേ മേടിക്കണ്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുകയാണെന്ന് വെച്ചാൽ നല്ലതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ പറ്റണില്ല. അത് കഴിഞ്ഞ് മിഷീനിലിട്ട തുണികളൊക്കെ അലക്കി കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ ബക്കറ്റിലൊന്നും ഇട്ടില്ല. അതാ കയ്യിൽ തന്നെ എടുത്തു വന്നിട്ട് വേഗം വിരിച്ചിട്ടാണ്. ഇനി നമുക്ക് കല്ലുമ്മ അലക്കാനുള്ള തുണികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതെന്തായാലും ഇത്ര ആയതല്ലേ. അപ്പം എനിക്ക് അത്ര സമയത്തൊരു ഗ്യാപ്പ് കിട്ടി. ചേട്ടൻ വെള്ളം കൊണ്ടുവരാൻ നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കായ്ക്കൊല വെട്ടാലോ അതും പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും തുണികളൊക്കെ വിരിച്ചിട്ടു. പിന്നെ ഇപ്പോൾ മുകളിൽ ഞാൻ അടിച്ചു വാരാനും അങ്ങനത്തേനൊന്നും പിള്ളേർ കാലത്ത് തിക്കും തിരക്കടിക്കുമ്പോൾ നിൽക്കില്ല കേട്ടോ. അവർക്കതൊരു ബുദ്ധിമുട്ടാവും. കുളിക്കാനും തേക്കാനും അങ്ങനെ കോടിന് നടക്കല്ലേ. അത് കഴിഞ്ഞ് ശ്രീകുട്ടനും കൂടി വിളിച്ചു. ശ്രീകുട്ടനൊന്ന് എന്താ പറയുക, ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. എന്നാലും അവന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഇതൊരു ദിവസം കാണാനുണ്ട്. ഭയങ്കര സന്തോഷമാണ്. ഡിഗ്രി ഫൈനൽ ഇയർ ആയില്ലേ. പിന്നെ അടുത്ത കൊല്ലം ഈ കൂട്ടുകാർ കൂടെ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ഇതിലൊക്കെ കുഴപ്പമൊന്നുമില്ല അല്ലേ, മൊബൈലും ഇതൊക്കെ ഉള്ള കാരണം ഇപ്പം അങ്ങനെ കൂട്ടുകാരെ നഷ്ടപ്പെടുകയൊന്നുമില്ല. നമ്മുടെ പ്രായത്തിലൊക്കെ ആയിരുന്നു
ഓരോ കാലഘട്ടത്തിൽ ഓരോരോ കൂട്ടുകാർ ഉണ്ടാകുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഓരോ സമയത്തും ഓരോ കൂട്ടുകാരാണ് കേട്ടോ. സ്ഥിരമായിട്ടൊരു കൂട്ടുകാരി എനിക്കിപ്പോഴും ഇല്ല. എന്നും വേറെ വേറെ മാറിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകാരികളാണ്. നമ്മുടെ യൂട്യൂബിലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏറെക്കുറെ 1-2 പേരൊക്കെ ഉണ്ട്, മുന്നേ ഇടുന്നവർ കുറച്ച് പേരൊക്കെ ഉണ്ട്. എന്നാലും ആദ്യം കാണുന്നവരൊക്കെ ചിലവരൊക്കെ ഉപേക്ഷിച്ച് പോയി പുതിയവരൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പുതിയ പേരുകൾ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ കാലത്തിൽ ഓരോ സുഹൃത്തുക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പഴയൊരു മാഞ്ഞു പോവല്ല കേട്ടോ. പഴയൊരു നമ്മളെ വിട്ടു പോടും എന്ന് പറയാം. എന്തായാലും നമ്മളെ വേണ്ടാന്ന് വെച്ച് പോണ പോലെ അല്ലെങ്കിൽ എന്തോ എനിക്കറിയില്ല, അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ മൊബൈലൊക്കെ ആയി, എന്നാലും സ്റ്റാൻഡ് പിടിക്കുന്ന ചേട്ടാ. ചരിച്ചോ വാഴ ഒടിഞ്ഞോട്ടെ. കൊള്ള വീണല്ല കുഴപ്പം, വാഴ വീണാ കുഴപ്പമില്ല. ആ ചരിച്ചേ, വാഴ കൊല്ല ചരിച്ചേ. വാഴ അല്ലെങ്കിൽ വാഴ അവിടെ ഒരു വെട്ട് കൊടുത്തോ. ആ ഇത്തിരി ചരിച്ചോ വാഴ. വാഴ ചരിച്ചോട്ടാ. നിനക്ക് പിന്നെ അതല്ല ഇത് പോവാണ്ടിരിക്കാൻ നോക്കുന്നതാ. നല്ല വലിപ്പുള്ള കൊലയല്ലേ. മോളിക്കും അത്ര തോന്നുന്നുണ്ടായിരുന്നില്ല. കല്ല് പോണ്ടച്ചാ നല്ല വലിപ്പുണ്ട്. ഇന്നലെ വെട്ടാന്ന് പറഞ്ഞതാ. ഇത് കണ്ടപ്പോ കിളി തിന്ന് കണ്ടപ്പോഴാണ് ഞാൻ പന്നെ വെട്ടാന്ന് പറഞ്ഞ. ആ മുക്കിൽ നിർത്തിക്ക്. അപ്പം അങ്ങനെ നമ്മുടെ വാഴക്കൊല വെട്ടൽ കഴിഞ്ഞു കേട്ടോ. കാര്യം പാളംകോടും പഴമായാലും കൂടി നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ പഴുക്കാനായിട്ട് വെച്ചില്ല നമ്മൾ. ഞാൻ പറയില്ലേ, നാളെ വീട്ടിൽ പോകണ കാരണം കൊണ്ട് ഇനി ഒരുമിച്ച് പഴുത്താൽ ശരിയാവില്ല. അപ്പോൾ എന്തായാലും വെറുതെ കുത്തിച്ചാരി വെച്ചുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരേ പടലിൽ പഴുത്താൽ മതി എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് ഞാൻ അലക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടാവും. പിന്നെ ഇപ്പോൾ കൂട്ടാനൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുമത്തെ ഒരു പരിപാടി ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി അവിടേക്ക് അങ്ങനെ പോകണ്ടല്ലോ. പിന്നെ അച്ചാറും കൂടി ഉണ്ട് കേട്ടോ. അച്ചാറും ഒരു ചാറ് കറിയായ വലിയ കുഴപ്പമില്ല. പിന്നെ ശ്രീകുട്ടന് ചോറ് കൊണ്ടുപോകണ്ട, ആദ്യത്തിനും ചോറ് കൊണ്ടുപോകണ്ട, പിന്നെ എനിക്കും ചേട്ടനും മാത്രമല്ല വേണ്ടോ, പിന്നെ വൈകുന്നേരത്തേക്കില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ആക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങനെ പിന്നെ ഈ ജോലികൾ കഴിക്കാനുള്ള തിരക്കിലായി കേട്ടോ. അപ്പോൾ അലക്കാൻ നല്ല തുണികളാകുമ്പോൾ പിന്നെ എപ്പോഴും ഞാൻ കല്ലുമ്മ അലക്കാറും. അങ്ങനെ എല്ലാ തുണികളും അലക്കിടലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ഒരു മത്തൻ ഒരിത്തിരി വലുതായി കണ്ടു കേട്ടോ. ഒരു ചെറിയൊരു കുത്തൽ കിട്ടിയ പോലെ ഉണ്ട്. ഈച്ച കുത്തിയോന്ന് സംശയമുണ്ട്. കുത്തിയാൽ അത് കിട്ടുമൊന്നുമില്ല, പ്ലാസ്റ്റിക് കവർ ഇട്ടാലും കാര്യമൊന്നുമില്ല. അപ്പോൾ ഈച്ച കുത്തിയിട്ടില്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെന്തായാലും കിട്ടും. അപ്പോൾ അത് കാരണം കണ്ടപ്പോൾ ഞാൻ വേഗം ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടു. അവിടെ നിറയെ പുല്ലാണ്. അപ്പോൾ ഇനി മുടക്ക് കിട്ടുമ്പോൾ ക്രിസ്മസിന് എന്തായാലും മുടക്കാണ്, സൺഡേയിലും മുടക്കാണ്. അപ്പോൾ പിന്നെ പുല്ലുകളൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പറ്റുമെന്ന് വിചാരിക്കുക. അതിനിടയ്ക്ക് അതായത് മീൻകറി ഫോട്ടോ എടുക്കാനൊക്കെ ഞാൻ മറന്നു, കാച്ചി വെച്ചതൊക്കെ. അത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് വന്ന് ഫോട്ടോ എടുത്ത് പിന്നെ വൈകുന്നേരം റേഷൻ കടയിൽ പോകണം കേട്ടോ. ഇന്ന് 20 ആയില്ല, പിന്നെ കുറച്ച് ദിവസങ്ങളില്ലല്ലോ. അപ്പോൾ അത് കാരണം അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് നേരിട്ട് റേഷൻ കടയിൽ പോവുകയാണെങ്കിൽ വേഗം 7 മണിയാകുമ്പോഴേക്കും റേഷൻ കടയിൽ എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 6:45 ആയിട്ട് എത്തുള്ളൂ കേട്ടോ. കറക്റ്റാണ്. ചേട്ടൻ വരുമ്പോഴേക്കും റേഷൻ കടയ്ക്ക് അടയ്ക്കും. അപ്പോൾ അത് കാരണം ഞാൻ ജോലിക്ക് പോകുമ്പോൾ സഞ്ചിയും സാധനങ്ങളൊക്കെ റെഡിയാക്കി കാർഡൊക്കെ കയ്യിൽ പിടിച്ചിട്ട് പോവും. നേരെ റേഷൻ കടയിൽ പോയി ഇറങ്ങും കേട്ടോ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ. അപ്പം ഇനി സഞ്ചിയും സാധനങ്ങളൊന്നും അറിയാണ്ടിരിക്കുക നല്ല ഭംഗിയുള്ള ഒരു ബിഗ് ഷോപ്പറിലൊക്കെ ആക്കി അങ്ങനെ വൃത്തിയിലാക്കിങ്ങാട്ട് വെച്ച് പോകും കേട്ടോ. മറ്റേ ബാക്കിൽ കൂടെ ഇടുന്ന ബാഗായിരിക്കുമ്പോൾ സുഖമായിരുന്നു, എല്ലാ അതിൽ കുത്തി നിറയ്ക്കായിരുന്നു. ഇപ്പോൾ ഈ സൈഡിൽ കൂടെ ഉള്ള ബാഗായോടുകൂടി അങ്ങനെ സാധനങ്ങളൊന്നും അധികം കൊള്ളില്ല. കുടയും
ചോറും കണ്ണാടിയും കൂടും ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് നിറഞ്ഞു. പിന്നെ അതിലും കൂടുതൽ വെച്ചാൽ ആകെ അങ്ങനെ വീർത്തിരിക്കും. അപ്പോൾ പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ നമ്മുടെ ബാഗ്. അത് കഴിഞ്ഞ് ആ മേശയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് മേശയൊന്ന് തുടച്ചിട്ടു കേട്ടോ. പിന്നെ വേഗം ഹോളും അറയൊക്കെ ഒന്ന് അടിച്ചോളാം. ബാക്കി എല്ലായിടത്തൊന്നും അടിക്കാനായിട്ട് നിന്നില്ല. ഹോളും അടുക്കളയൊക്കെ പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ല, അടിച്ച് വൃത്തിയാക്കിയിടാണ്ട്. അവിടെ എന്തായാലും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കാരണം അപ്പോൾ എന്തായാലും അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം അവിടെ ഒന്ന് അടിച്ച് എന്തായാലും ഞാനിടും പരമാവധി ഇട്ടാൽ. ഇനിയിപ്പോൾ പറ്റിയില്ലെങ്കിൽ വേണ്ട, വീട് നമ്മുടെയല്ലേ. നമുക്ക് വയ്യാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല. പക്ഷേ എപ്പോഴും അങ്ങനെ വയ്യാന്ന് തോന്നരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അടിക്കലും ഇതൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടി അതിൻ്റെ പിന്നാലെ ഓടുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാണ് ഞാൻ പിൻഭാഗം ഒന്ന് മുറ്റടിക്കാനായിട്ട് വന്നു. ഇവിടെയും നിറയെ പുല്ലാണ്. അപ്പോൾ ഒരാഴ്ച 2 ആഴ്ച അങ്ങോട്ട് തികയുമ്പോഴേക്കും പുല്ലങ്ങോട്ട് നിറയും കേട്ടോ. അന്ന് വലിച്ചാലും കിട്ടില്ല. മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ ഇതുവരെയും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ചേട്ടൻ്റെ കാര്യം അങ്ങനെയാണ്. ഒരു കാര്യം നമ്മൾ 10 പ്രാവശ്യം പറഞ്ഞാലും നമുക്കത് കിട്ടുള്ളൂ. പിന്നെ ഞാൻ പോരുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ കടയിലൊന്നും പരമാവധി കയറില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ 7 മണിക്ക് എത്തണം. ഇനി അങ്ങനെയൊക്കെ കയറിയാൽ വീട്ടിലെപ്പോഴും എത്താം. പിന്നെ വീട്ടിലെ ജോലിയും കഴിഞ്ഞ് എഡിറ്റിങ് കഴിഞ്ഞ് ഇപ്പം തന്നെ ഒരു സമയമാവുകൊണ്ട് കെടുക്കാനായിട്ട്. അപ്പോൾ ഇനി കടയിലേക്ക് പോക്കൊന്നും ഞാൻ ചെയ്യില്ല പരമാവധി ഇട്ടാം. നിവൃത്തിയില്ലെങ്കിൽ അതേപോലെ ഇപ്പോൾ ഇന്ന് റേഷൻ കടയിൽ പോയ പോലെ 10 ചേട്ടൻ എത്തുമ്പോഴേക്ക് അടയ്ക്കുമല്ലോ. അത് കാരണം കൊണ്ട് അങ്ങനത്തെയൊക്കെ ചെയ്യും. പിന്നെ പാത്രങ്ങൾ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. പൊടി വന്ന് പാത്രങ്ങൾ കഴുകി അപ്പോഴേക്കും ഒരുവിധം നേരമായി കേട്ടോ. അപ്പോൾ ബാഗ് ഓടിക്കൊണ്ട് എടുത്തുകൊണ്ട് ചോറ് പകർത്തിയത് അതിൽ കൊണ്ട് വയ്ക്കുകയാണ്. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സ് മാറുകയാണ് കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞ് എൻ്റെ തലമുടി കെട്ടാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട. പക്ഷേ കുളിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുളിക്കാണ്ട് നമ്മളങ്ങനെ ഇരിക്കില്ലല്ലോ രാവിലെ. അഞ്ഞ് ഷാളൊക്കെ അത് ഓപ്പാണോ എന്നൊക്കെ നോക്കി ഈ ഷാൾ കുത്തിയാലാണ് നല്ല വൃത്തിയിൽ കിടക്കുക കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ അത്യാവശ്യം നീളമുണ്ടല്ലോ. അപ്പോൾ കുത്തുമ്പോൾ ഒക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് കാരണം ഞാനത് നല്ല ഭംഗിയിൽ ഞൊറിവെടുത്ത് കുത്തിയിടും കേട്ടോ. നല്ല 2 വലിയ സൂചി ഉപയോഗിച്ച് കുത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിലിരിക്കും. അപ്പോൾ അമ്മയുടെ വിശേഷം എല്ലാവരും ചോദിക്കുന്നുണ്ട്. അമ്മ നാത്തൂൻ്റെ വീട്ടിലാണ് കേട്ടോ, തിരിച്ച് വന്നിട്ടില്ല. അപ്പോൾ പറയാൻ ഞാൻ എപ്പോഴും മറക്കുകയാണ് വീഡിയോയിൽ ഇടയിൽ കേട്ടോ. കമൻറ്റ് ഞാൻ റിപ്ലൈ തരുന്നുണ്ട്, എന്നാലും അത് കൂട്ടുകാർ കാണില്ല എന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ രാവിലെ 9 മണിക്ക് കാണാം. ഓക്കെ.